ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടാലോ? ഇതാക്കിക്കൊണ്ട് ഞാൻ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ബിരിയാണി മേക്കിംഗ് കഥ പറയാം. ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഒക്കെ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ ഒരു അറ്റംപ്റ്റ് കാണിക്കുന്നത്. എൻ്റെ അമ്മയ്ക്കൊരു സ്വഭാവമുണ്ട്. എന്നാന്ന് വെച്ചാൽ വീട്ടിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയാൽ എൻ്റെ അമ്മയ്ക്ക് അത്രമേൽ പ്രിയപ്പെട്ട അയൽക്കാർക്കും ആടിനെ തീറ്റാൻ കൂടെ പോകുന്ന കൂട്ടുകാർക്കും ഇച്ചിരിയൊക്കെ കൊടുക്കണം. അതുകൊണ്ട് എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ബിരിയാണി ഞാൻ ഉണ്ടാക്കിയത് ഒരു ഇടത്തരം ചരുവത്തിൻ്റെ അകത്താണ്. ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കുക എന്നുള്ള ബോധം എൻ്റെ അമ്മയ്ക്കും ഉണ്ടായിരുന്നില്ല. ഞാനതൊട്ട് പറഞ്ഞ് മനസ്സിലാക്കിക്കാനും പോയില്ല. ഇത്രയും അധികമൊക്കെ ഉണ്ടാക്കുമ്പം അരിൻ്റെ വേവ് കറക്റ്റ് ആയിരിക്കുമോ, കൂട്ടുകളൊക്കെ ശരിയായിരിക്കുമോ എന്നുള്ള ടെൻഷൻ എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണെങ്കിലും യൂട്യൂബ് നോക്കി ഉണ്ടാക്കിയതാണെങ്കിലും അതങ്ങ് ക്ലിക്കായി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണിക്ക്. എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മച്ചോട് ചോദിച്ചു, എന്തിനാ അമ്മ ഇത്രയൊക്കെ ആക്കിയിട്ട് എല്ലാവർക്കും ഒക്കെ കൊടുക്കുന്നതെന്ന്. അപ്പോൾ എൻ്റെ അമ്മ പറയായിരുന്നു, നമ്മൾ ഒരു മുളക് പൊട്ടിച്ചാണെങ്കിലും ആർക്കെങ്കിലും ആത്മാർത്ഥതയോടെ കഴിക്കാൻ കൊടുത്താൽ അതവർക്ക് മനസ്സ് നിറഞ്ഞു കഴിക്കാൻ പറ്റുന്നു. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും നല്ലതായിരിക്കും അതെന്ന്. പോകെ അത് ശരിയാണെന്ന് എനിക്കും തോന്നിയേ. ഇല്ലായ്മയിൽ നിന്നും കൊടുത്തു കണ്ട് ഞാൻ പഠിച്ചത് എൻ്റെ അമ്മയിൽ നിന്ന് തന്നെയാണ്. ആ ഒരു ബിരിയാണി അല്ല ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ അമ്മയും ഞാനും കൂടെ ഒരുമിച്ചാണ്. രണ്ട് ഐഡിയയിലുണ്ടായ ബിരിയാണി ആണെങ്കിലും ഇതും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ മുന്നേ പറഞ്ഞ ആത്മാർത്ഥത ഇതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ടാണ്.